ഒരു വലിയ വിമാന അപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇനിയും മുക്തരായിട്ടില്ല. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടം. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണത്. ഒരുപാട് ഊഹാപോഹങ്ങൾ ഈ ഒരു വിമാന അപകടത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്നുണ്ട്. അതിന് പ്രധാനമായൊരു കാരണം ഇത്രയും വലിയൊരു വിമാന അപകടമുണ്ടായിട്ട് അതിൽ നിന്നും ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു എന്നതാണ്. അട്ടിമറിയും ബോംബ് സ്ഫോടനവും എന്തിനേറെ പാകിസ്ഥാന് പങ്കുണ്ടോ എന്നുവരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ ഒരു വിമാന അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഇനി ആ വക അട്ടിമറികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നാൽ പോലും ഈ ഒരു വിമാനം തന്നെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നു. ഈ ഒരു അപകടം എങ്ങനെ ഉണ്ടായി എന്നൊരു കാര്യത്തിൽ എൻജിൻ തകരാർ, പൈലറ്റിൻ്റെ അശ്രദ്ധ, ബേർഡ് സ്ട്രൈക്ക്, വിമാനത്തെ ഉയരാൻ സഹായിക്കുന്ന ചിറകുകളിലെ ഫ്ലാപ്പുകൾ ഡൗണായിപ്പോയത്, വിമാനത്തിലെ റാറ്റ് സംവിധാനം തകരാറിലായിപ്പോയത് എന്നിങ്ങനെ പല പല കാരണങ്ങളും ഈ ഒരു അപകടമുണ്ടാകാനുള്ള കാരണങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ഇവയിൽ തന്നെ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണെന്നാണ്. ഇത് പറയുന്നത് വ്യോമയാന വിദഗ്ധൻ സ്റ്റീവ് ആണ്. വിമാനത്തിലെ റാം എയർ ടർബൈൻ അഥവാ റാറ്റ് വിമാനത്തിന് വെളിയിലേക്ക് വന്നത് ഇതാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തനരഹിതമാകുമ്പോഴാണ് വിമാനങ്ങളിൽ റാറ്റ് സംവിധാനം വെളിയിലേക്ക് വരുന്നത്. ഒരു വിമാനത്തിലെ എല്ലാ വൈദ്യുത സംവിധാനങ്ങളും പ്രവർത്തനരഹിതമാകുമ്പോൾ ആ വിമാനത്തിന് താൽക്കാലിക വൈദ്യുതി ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് റാം എയർ ടർബൈൻ അഥവാ റാറ്റ്. അതിനാൽ തന്നെ ഇതൊരു സെക്കൻഡറി വൈദ്യുത സ്രോതസ്സാണ്. റാറ്റ് പ്രവർത്തിച്ച് തുടങ്ങണമെങ്കിൽ ജനറേറ്ററും ആക്സിലറി പവർ യൂണിറ്റും അഥവാ APUവും ബാറ്ററികളും തകരാറിലാകണം. വൈദ്യുതി നിലയ്ക്കാൻ എൻജിൻ തകരാറിലാകണമെന്നില്ല. വിമാനത്തിൻ്റെ എൻജിനുകളെ ജനറേറ്ററുകളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിൽ തകരാറുകൾ ഉണ്ടായാലും മതി. ഈ ഒരു വിമാന ദുരന്തം സംഭവിക്കാനായി 3 കാരണങ്ങളാണ് സ്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നത്. വൈദ്യുതി നഷ്ടപ്പെടൽ, ഉയർന്നു പൊങ്ങുവാൻ സഹായിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ വിധം ക്രമീകരിക്കാത്തത്, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം ഗിയർ ലിവറിന് പകരം ഫ്ലാപ്പ് ലിവർ തെറ്റായി ഉയർത്തിയത് എന്നിവയാണ് ആ 3 കാരണങ്ങൾ. ഇതിൽ ആദ്യത്തെ കാരണത്തിനാണ് സ്റ്റീവ് പ്രാധാന്യം നൽകുന്നത്. വിമാനത്തിൻ്റെ ചിറകിൻ്റെ പുറകിലായി വലതുവശത്താണ് സെക്കൻഡറി വൈദ്യുതി സംവിധാനമായ റാറ്റ്. സാധാരണ രീതിയിലുള്ള സർവ്വ വൈദ്യുത സ്രോതസ്സുകളും നിലച്ച് അപകട സൂചന ലഭിച്ചാൽ വിമാനത്തിന് വൈദ്യുതിയും ഹൈഡ്രോളിക് പവറും നൽകുന്നത് ഈ റാറ്റ് സംവിധാനമാണ്. വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുകയും ചെറു ജനറേറ്ററും ബാറ്ററി യൂണിറ്റും പ്രവർത്തനരഹിതമാവുകയും ചെയ്താൽ റാറ്റ് തനിയെ പ്രവർത്തിക്കും. സാധാരണ നിലയിൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് റാറ്റ് പുറത്തേക്ക് വരാറില്ല. വൈദ്യുത സംവിധാനങ്ങൾ എല്ലാം നിലയ്ക്കുമ്പോൾ റാറ്റ് തനിയെ പുറത്തു വരും. കാറ്റിൽ കറങ്ങിയാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രവർത്തിക്കുമ്പോൾ വലിയ ശബ്ദവും ഉണ്ടാകും. റാറ്റ് പ്രവർത്തിക്കണമെങ്കിൽ വിമാനത്തിലെ ജനറേറ്ററും AVUവും ബാറ്ററികളും പ്രവർത്തനരഹിതമാകണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി മാത്രമേ റാറ്റിന് നൽകാനാകൂ. മറ്റു വിമാനങ്ങളിലേതുപോലെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിലെ റാറ്റ് സംവിധാനം പൈലറ്റുമാർ വിചാരിച്ചാൽ പോലും ഓണാക്കാൻ സാധിക്കുകയില്ല. ഡ്രീം ലൈനർ വിമാനങ്ങളിൽ ഇത് അപകടഘട്ടങ്ങളിൽ തനിയെ ഓൺ ആവുകയാണ് ചെയ്യുക. വൈദ്യുത സംവിധാനങ്ങൾ എല്ലാം തകരാറിലായി എന്നാണ് റാറ്റ് പുറത്തേക്ക് വന്നാലുള്ള അർത്ഥം. റാറ്റ് പ്രവർത്തിച്ചാലും വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല. റാറ്റ് പുറത്തേക്ക് വന്നതിന് ഉദാഹരണമായി സ്റ്റീവ് പറയുന്നത് ഇപ്രകാരമാണ്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ റാറ്റ് പുറത്തേക്ക് വരുന്നതായി വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ അവ്യക്തമായ ദൃശ്യങ്ങളിൽ കാണാം. റാറ്റ് പുറത്തേക്ക് വന്നാൽ വലിയ ശബ്ദമുണ്ടാകും. ജപ്പാനിൽ ഒരു വിമാനം അടിയന്തരമായി നിലത്തിറക്കിയപ്പോൾ റാറ്റ് വെളിയിൽ വന്നപ്പോഴുള്ള ശബ്ദം സ്റ്റീവ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉദാഹരണമായി കാണിക്കുന്നുമുണ്ട്. ഹൈദരാബാദിലും എയർ ഇന്ത്യ വിമാനം നിലത്തേക്ക് പതിക്കുന്നതിന് തൊട്ട് മുൻപ് വലിയ ശബ്ദം കേട്ടതായും ലൈറ്റുകൾ മിന്നി കത്തിയതായും രക്ഷപ്പെട്ട ഏക യാത്രികൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റാറ്റ് പുറത്തു വന്നാലാണ് നോർമലി ഇത്തരത്തിൽ സംഭവിക്കുക. മെയ് ഡേ അപായ സന്ദേശം ക്യാപ്റ്റൻ നൽകിയതായി പറയുന്നുണ്ട്. പറന്നുയരാൻ കഴിയുന്നില്ലെന്നാണ് അതിൽ പറയുന്നത്. വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിക്കാതെ ആയതോടെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാകാം കാരണം. വിമാനത്തിൻ്റെ ചിറകിലെ ഫ്ലാപ്പുകൾ നേരെ ഇരിക്കുന്നതായാണ് വീഡിയോയിൽ കാണുന്നത്. പറന്നുയരുമ്പോൾ ചിറകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വെക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് ഉയരാൻ
കൂടുതൽ ഊർജ്ജം ലഭിക്കാനാണ്. ഊർജ്ജമില്ലെങ്കിൽ വിമാനത്തിന് ഉയർന്നു പൊങ്ങാൻ കഴിയില്ല. 2 ചെക്ക് ലിസ്റ്റുകൾ വിമാനത്തിലുണ്ട്. ഇലക്ട്രോണിക് ചെക്ക് ലിസ്റ്റുമുണ്ട്. അതിനാൽ ഫ്ലാപ്പുകൾ ശരിയായി വെക്കാതെ പറക്കാനാകില്ല. ഫ്ലൈറ്റിൽ മാനുവലി ഇത്തരം മാറ്റങ്ങൾ വരുത്തിയാലോ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാലോ ചുവന്ന മുന്നറിയിപ്പ് ലൈറ്റുകൾ തുടർച്ചയായി കത്തും. 12 ഡിഗ്രി പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വന്നത്. പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലീവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ലാപ്പ് ലീവർ മാറി വലിച്ചതുമാകാം അപകട കാരണം. അങ്ങനെ ചെയ്തപ്പോൾ ശക്തി കുറഞ്ഞതോടെ വിമാനം നിലത്തേക്ക് പതിച്ചു. ഗിയർ ലീവർ വലിച്ചിട്ടും വിമാനം ഉയർന്നു പൊങ്ങാത്തത് പൈലറ്റിന് ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കാം. മിനിമം ഒരു 1500 അടി ഉയരത്തിലെങ്കിലും ആയിരുന്നു ആ സമയം വിമാനമെങ്കിൽ വീണ്ടും പറന്നുയരാൻ കഴിയുമായിരുന്നുവെന്നും സ്റ്റീവ് പറയുന്നു.